മക്കളുടെ ചരിത്രമാണല്ലോ നമ്മൾ ഈ മാസം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പുറപ്പാടിന്റെ ചരിത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ മക്കളോടും മറ്റൊന്നും പറഞ്ഞില്ല. പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ് അവരെ തിരഞ്ഞെടുത്തത്. സ്തോത്രം. 40 വർഷം മരുഭൂമിയുണ്ടെന്ന് അവരോട് പറഞ്ഞില്ല. സ്തോത്രം. അവിടെ നിങ്ങൾ എങ്ങനെ കഴിയുമെന്ന് ഒരു ബ്ലൂ പ്രിന്റ് ഒന്നും അവരുടെ കൊടുത്തില്ല. ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, പാലും തേനും ഒഴുകുന്ന ദേശത്ത് എത്തിക്കാം. സ്തോത്രം. എനിക്കും നിങ്ങൾക്കും വാക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു നിത്യതയാണ്. അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞാൽ വിളിച്ചിറക്കിയത്. അങ്ങനെയെങ്കിൽ 40 വർഷം ഇസ്രായേൽ ജനത്തിന് 30 ലക്ഷം ജനത്തിന് മരുഭൂമിയിൽ കരുതൽ കൊടുത്ത ദൈവം എനിക്കും വേണ്ട കരുതൽ നൽകി തരുവാൻ മതിയായ ദൈവമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരമുയർത്തിയൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. യഹോവ മോശയോട്, ഞാൻ ഫറവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ വിട്ടയക്കും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവരെ തന്റെ ദേശത്ത് നിന്ന് ഓടിച്ചു കളയും എന്ന് അരുളി ചെയ്തു. പ്രൈസ് ഗോഡ്. ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും. ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ ചെയ്യുന്നത് നീ കാണും. ഇപ്പൊ മോശയോട് പറഞ്ഞതേ ഉള്ളൂ, പക്ഷേ പറഞ്ഞതുപോലെ ചെയ്യുന്ന ദൈവമാ ഞാൻ നിങ്ങളെ സേവിക്കുന്ന ദൈവം. അവൻ്റെ വാക്ക് വിശ്വസിക്കാം കേട്ടോ, അവൻ്റെ വാക്ക് വിശ്വസിക്കാം. ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും. ദൈവവേദനെ എന്നോടും നിങ്ങളോടും ദൈവം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ദൈവം ചെയ്യുവാൻ വിശ്വസ്തൻ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരിൽ ചെയ്യുമെന്ന്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്ന് ഇന്ന് പകൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ദൈവം വാക്കു പറഞ്ഞാൽ വാക്കു മാറുന്ന ദൈവമല്ല. ദൈവം നമ്മെ വിളിച്ച ദൈവമാണ്. ദൈവം നമ്മെ തെരഞ്ഞെടുത്ത ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ മോശയുടെ ജീവിതത്തിൽ മോശയോട് പറയുക, ഈ മോശയെ ദൈവം വിളിച്ചതാ, മോശയെ ദൈവം തെരഞ്ഞെടുത്തതാ. സ്തോത്രം.